അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ക്ലാസ് ഇന്ന് അല്പം വൈകിയിട്ടുണ്ട്. കുറേ സമയമായി. എൻ്റെ നെറ്റിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുറേ സമയം റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴാണ് ശരിയായി വന്നത്. ഏതായാലും കൂടുതൽ സമയം നമുക്കിന്ന് ക്ലാസ് എടുക്കാനുള്ള സമയമില്ല. എന്നിരുന്നാലും നമ്മൾ ഇന്നലെ ഓതിവെച്ച ആയത്ത് അല്പമൊന്ന് അതിൻ്റെ വ്യാകരണ നിയമങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ പൂർണ്ണമായ വിശദീകരണങ്ങളുമൊക്കെ അവസാനിച്ചതാണ്. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. أم كنتم شهداء إذ حضر يعقوب الموت. أم كنتم أم അതല്ല നിങ്ങളായിരുന്നുവോ അം കുന്തും അതല്ല നിങ്ങൾ ആയിരുന്നുവോ ശുഹദാ സാക്ഷികൾ. ഇവിടെ അം അതല്ല എന്ന അർത്ഥത്തിലാണ് അം എന്ന് പറയുന്നത്. സാധാരണ അത്ഫിന്റെ ഒരു ഹർഫാണ്. വാവ് അല്ലെങ്കിൽ ഫ, ഔ എന്നൊക്കെ പറയുന്നത് പോലെ അം. അം എന്ന് പറയുന്നത് ഹർഫ് അത്ഫാണ്. അം കുന്തും അതല്ല എന്നാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതോ ഇതോ എന്നൊക്കെ പറയുന്നതിന് വേണ്ടി രണ്ട് രൂപത്തിലും അത് ഉപയോഗിക്കും. രണ്ട് രൂപത്തിലും, അതായത് ഞാൻ പറഞ്ഞല്ലോ അതല്ല എന്ന രൂപത്തിലും അതല്ലെങ്കിൽ അതോ ഇതോ എന്നുപയോഗിക്കുന്നതിന് വേണ്ടി രണ്ട് രൂപത്തിലും, ചോദ്യരൂപത്തിലും രണ്ട് രൂപത്തിലും. ഇവിടെ പൊതുവെ മുഫസ്സിറുകൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് അം കുന്തും അതല്ല നിങ്ങളായിരുന്നുവോ എന്ന അർത്ഥത്തിലാണ്. കുന്തും
നിങ്ങളായിരുന്നു. കാന യകൂനു, കാന യകൂനു. അതിൽ നിന്നുണ്ടാകുന്ന കാന കുൻതും, നിങ്ങൾ ആയിരുന്നു. ഫിഅൽ മാദി മബ്നിൻ അല സുകൂൻ. പിന്നെ ഇതിൽ തും എന്നതാണ് അതിൽ വമീർ. തും കുൻതും. തും എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? വമീർ മബ്നി അല സുകൂൻ ഫി മഹല്ല് റഫ്അ. അല്ലേ? എന്താ ഫി മഹല്ല് റഫ്അ? എന്താണ് കാരണം? എന്താണ്? ഇസ്മ കാന. ഇസ്മ കാന. അം കുൻതും ശുഹദാഅ. ശുഹദാഅ ഷാഹിദുൻ, അതിന്റെ ബഹുവചനമാണ് ശുഹദ. സാക്ഷികൾ. ഷാഹിദ് സാക്ഷി. ഷഹിദ യഷ്ഹദു, അതിൽ നിന്നുണ്ടാകുന്നതാണ് ഷാഹിദ്, അതിന്റെ ഇസ്മു ഫാഇൽ. അതിന്റെ ജംആണ് ശുഹദാ. അപ്പോൾ അം കുൻതും ശുഹദാഅ. ശുഹദാഅ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഖബർ കാന മൻസൂബ്. അല്ലേ? ഖബർ കാന മൻസൂബ്. അം കുൻതും ശുഹദാഅ, അതല്ല നിങ്ങളായിരുന്നുവോ. ഇദ്, ഇദ് എന്ന് പറയുന്നത് വർഫ് സമാൻ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സ്വീകരിച്ചു. ഇത് ഹദറ, ഇത് ഹദറ ആസന്നമായ സന്ദർഭത്തിൽ. ഹദറ ആസന്നമായി, ഹാജരായി. ഫിഅൽ മാദി. ഫത്ഹ് മബ്നിയാകുന്ന ഇത് ഹദറ ആസന്നമായപ്പോൾ യഅഖൂബ അൽ മൗത്ത്. യഅഖൂബ അൽ മൗത്ത്. ഇത് ഹദറ ഹാജരായപ്പോൾ യഅഖൂബ, യഅഖൂബിനെ അൽ മൗത്ത് മരണം. ഇവിടെ ഹാജരായത് എന്താണ്? അൽ മൗത്താണ്. അല്ലേ? അപ്പൊ അൽ മൗത്തു എന്ന് പറയുന്നത് അതിലെ ഫാഇൽ. ഹദറ എന്ന് പറഞ്ഞാൽ ഹാജരായത് എന്താണ്? മൗത്താണ്. അപ്പൊ ഹദറ എന്ന ഫിഅലിന്റെ ഫാഇൽ അല്ലെങ്കിൽ ഫാഇൽ അത് മൗത്താണ്. അതിന്റെ മഫ്ഊലാണ്. ആർക്കാണ് ഹാജരായത്? യാക്കൂബിനെ എന്നാണ്. അപ്പൊ യാക്കൂബിനെ, അതായത് യാക്കൂബ. അപ്പൊ യാക്കൂബ എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹി മൻസൂബ് മുഖദ്ദം. ആദ്യമായിട്ട് മഫ്ഊൽ ബിഹിനെ പറയാം, ഫാഇലിന് മുന്നായിട്ട് പറയാം. അൽ മൗത്തു എന്ന് പറയുന്നത് ഫാഇൽ മർഫൂ. ഇത് ഹദറ യാക്കൂബ് അൽ മൗത്തു. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഖാല, ഖാല ഫിഅൽ മാദി. അല്ലേ? ഇത് ഖാല പറഞ്ഞപ്പോൾ, പറഞ്ഞ. ഇത് ഖാല
അതായത് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നർത്ഥം, പറഞ്ഞ ആ സന്ദർഭം. അതായത് ഇത് ഹദറ എന്നതിന്റെ ആ ഇതിനുള്ള ഒരു ബദലായിട്ടാണ് രണ്ടാമത് വരുന്ന ഇത്. ഇത് ഹദറ യാഖൂബ് അൽ മൗത്ത് അം കുൻതും ശുഹദാ ഇത് ഹദറ യാഖൂബ് അൽ മൗത്ത് ഇത് ഖാല. ആദ്യം പറഞ്ഞ ഇതിനെ തുടർന്നു കൊണ്ടുവരുന്ന ഇത് തന്നെയാണ് രണ്ടാമത്തേത്. ഇത് ഖാല പറഞ്ഞ ആ സന്ദർഭം. ഹാജരായ സന്ദർഭത്തിൽ ഉണ്ടായ സംഭവം എന്താണ്? ഇത് ഖാല അദ്ദേഹം പറഞ്ഞ ആ സന്ദർഭത്തെയാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഇത് ഖാല ലിബനീഹി ലിബനീഹി ലി എന്ന് പറയുന്നത് ഹർഫ് ചേർത്ത്, പിന്നെ ബനൂന എന്നത് എന്തായി മാറുന്നു? ബനീന. എന്തുകൊണ്ട്? മജ്റൂറാവുന്നതുകൊണ്ട്. അതിലേക്ക് ബനി ഹി ഇവാഫത്ത് ചെയ്യപ്പെടുന്നു, ബനീഹി എന്നായി മാറുന്നു. കൂടാതെ വരുന്ന ഹ എന്താണ്? ളമീർ കസ്റിൽ മബ്നിയാണ്, മബ്നിൻ അലൽ കസ്ർ ഫീ മഹല്ല് ജർ മുളാഫ് ഇലൈഹി അല്ലേ? മുളാഫ്. ഇത് ഖാല ലിബനീഹി ഇത് ഖാല ലിബനീഹി അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് ഖാല ലിബനീഹി അദ്ദേഹത്തിന്റെ മക്കളോട്, പുത്രന്മാരോട്, തന്റെ മക്കളോട്, മാ തഅബുദൂന മിൻ ബഅദി മാ എന്തിനെ എന്നാണ്, എന്ത് എന്നല്ല, എന്തിനെ. മാ തഅബുദൂന നിങ്ങൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കും, മിൻ ബഅദി എനിക്ക് ശേഷം. മാ എന്ന് പറയുന്നത് മാ എന്തിനെ, മാ എന്താ ശരിക്ക്? ഇസ്മ ഇസ്തിഫ്ഹാമ അല്ലേ? ഇസ്മ ഇസ്തിഫ്ഹാമ. സുക്കൂനില് ഇത് മദ്നിയാണ്, പക്ഷെ അത് ഇവിടെ വരുന്നത് ഈ മഹല്ല് എന്തായിരിക്കും? അതായത് അം കുൻതും ശുഹദാ ഇദ് ഹദറ യാഖൂബ് അൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞപ്പോൾ, മാ തഅബുദൂന നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു. അതായത് തഅബുദൂന നിങ്ങൾ ആരാധിക്കും, മാ എന്തിനെ. ഈ മഹല്ല് നസ്ബായിട്ടാണ് വരിക. ഈ മഹല്ല് നസ്ബ് മഫ്ഊല് ബിഹി മുഖദ്ദം, അതെ മുഖദ്ദമായിട്ട് തന്നെയാണത് വരുന്നത്. മഫ്ഊല് ബിഹി മുഖദ്ദമായിട്ടാണ് ആദ്യമായിട്ട് വരും. ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന നിങ്ങൾ ആരാധിക്കും, തഅബുദൂന നിങ്ങൾ ആരാധിക്കും. അതായത് തഅബുദൂന ഫിഅൽ മുളാരിയാണ് അല്ലേ? ഫിഅൽ മുളാരിയാണ്, മർഫൂ. ഫിഅൽ മുളാരി മർഫൂ. തഅബുദൂന അതിലുള്ള വാവുൽ ജമാഅ അതാണ് അതിലെ ഫാഇൽ മർഫൂ. അല്ലെങ്കിൽ വാവുൽ ജമാഅനെ പറ്റി പറയുമ്പോൾ വമീർ مبني على السكون في محل
റഫ്അ. മാ തഅബുദൂന, അപ്പോൾ അവിടെ ഫാഇലായി വരുന്നത് അവിടെ വാവ് ജമാഅത്ത് നിങ്ങൾ എന്നാണ്. നിങ്ങൾ മാ തഅബുദൂന, നിങ്ങൾ എന്തിനെ ആരാധിക്കും, നിങ്ങൾ ആരാധിക്കും എന്തിനെ. മാ തഅബുദൂന മിൻ ബഅദി, മിൻ ഹർഫ് ജർ എനിക്ക് ശേഷം ബഅദി. ബഅദി അല്ലേ, ബഅദി. അപ്പോൾ ബഅദ് എന്ന് പറയുമ്പോൾ അത് ഇസ്മ മജ്റൂറായിട്ട് എടുത്താൽ മതി. ബഅദി, മിൻ ബഅദി. യാ ഇതിലുള്ള യാ എന്താണ്? ബഅദി. ബഅദി എന്ന് പറയുമ്പോൾ ഇസ്മ മജ്റൂറായി. പിന്നെ അതിൽ വരുന്ന യാ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ളമീർ മബ്നി അല സുക്കൂൻ ഫീ മഹല്ലി ജർ അല്ലേ, മുളാഫ് ഇലൈഹിയുടെ ആണ്. എന്റെ ശേഷം മുളാഫ് ഇലൈഹിയാണ്, മുളാഫ് ഇലൈഹി, എനിക്ക് ശേഷം, എന്റെ ശേഷം. മാ തഅബുദൂന, നിങ്ങൾ എന്തിനെ ആരാധിക്കും, മിൻ ബഅദി, എനിക്ക് ശേഷം അല്ലെങ്കിൽ എന്റെ ശേഷം. മുളാഫ് ഇലൈഹി. ഖാലു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു. മാവി അല്ലേ. ഖാലു. പിന്നെ വാവുൽ ജമാഅത്ത്, വാവുൽ ജമാഅത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖാലു എന്ന് പറയുമ്പം അവർ പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വാവ് എന്താണ്? വാവുൽ ജമാഅത്താണ്. ജമാഅത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാവ്. അത് ളമീറാണ്, സുക്കൂനുൽ മബ്നിയാണ്, റഫ്ഇന്റെ സ്ഥാനത്താണ്. കാരണം അത് ഫാഇലാണ്. ഖാലു അവർ പറഞ്ഞു. പറഞ്ഞതാരാണ്? അവരാണ്. അതുകൊണ്ട് അത് ആ വാവുൽ ജമാഅത്ത് അതിലടങ്ങിയിരിക്കുന്നു, അതിന്റെ ഫാഇൽ. ഖാലു നഅ്ബുദു ഇലാഹക, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കും. ഫിഅൽ മുളാരി മർഫൂ. അതിലടങ്ങിയ ളമീർ മുസ്തതിർ ഏതാണ്? തഖ്ദീറുഹു നഹ്നു അല്ലേ, നഹ്നു. അതിലടങ്ങിയ നഅ്ബുദു ഞങ്ങൾ, നഹ്നു. ഖാലു നഅ്ബുദു ഇലാഹക, ഇലാഹക ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പം അവിടെ ഒരു ഫിഅൽ ഉണ്ട്. നഅ്ബുദു ഫാഇൽ നഹ്നു ആണ്. അപ്പോൾ ഒരു മഫ്ഊൽ ബിഹി ആരാണ്? ഇലാഹ. ഇലാഹക എന്ന് പറയുന്നിടത്ത് ഇലാഹ എന്ന് പറയുമ്പോൾ അത് മഫ്ഊൽ ബിഹിയാണ്, മൻസൂബായി. പിന്നെ അതിൽ കാഫ് ക, ഇലാഹക ഫത്ഹുൽ മബ്നിയാകുന്ന ളമീർ, ളമീർ മബ്നിയൻ അൽ ഫത്ഹ്
في محل جر مضاف إليه അല്ലേ ഇലാഹക അപ്പോൾ ആരും അവർ പറഞ്ഞു നഅബുദു ഞങ്ങൾ ആരാധിക്കും ഇലാഹക താങ്കളുടെ ഇലാഹിനെ ഇലാഹ് ആരാധ്യം അലിഹ ലഹു എന്ന പേരിൽ നിന്നാണ് അതുണ്ടാകുന്നത് മനസ്സ് ബന്ധിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സമാധാനം കണ്ടെത്തി എന്നാണ് അലിഹ അതിൽ നിന്നാണ് ഇലാഹ് ഉണ്ടാകുന്നത് ഇലാഹക വ ഇലാഹ വാവ് ഹർഫ് അത്ഫ് അല്ലേ പിന്നെ ഇലാഹ എന്ന് പറയുമ്പോൾ മഅ്തൂഫ് മൻസൂബ് കാരണം നേരത്തെ പറഞ്ഞ ഇലാഹക്ക എന്നുള്ള ഇലാഹ് എന്താണ് അത് മൻസൂബാണ് പിന്നെ അതിലേക്ക് വ ചേർത്തുകൊണ്ട് അത്ഫിന്റെ വാവ് ചേർത്തുകൊണ്ട് വീണ്ടും ഇലാഹിനെ പറ്റി പറയുമ്പം അത് മഅ്തൂഫാകുന്നു അത് മൻസൂബായി മാറുന്നു മഅ്തൂഫ് മൻസൂബാണ് അതുകൊണ്ടാണ് ഇലാഹ ആകാൻ കാരണം ആദ്യത്തേത് ഇലാഹക്ക ആദ്യത്തെ ഇലാഹക്കാൻ കാരണം അത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ് പിന്നീട് അതിലേക്ക് ചേർത്തുകൊണ്ട് വാവ് ചേർത്തുകൊണ്ട് പറയുമ്പോൾ ഇലാഹ ആബാഇക ഇലാഹ ആബാഇക താങ്കളുടെ പിതാക്കളുടെ ഇലാഹ് താങ്കളുടെ പിതാക്കളുടെ ഇലാഹിനെയും എന്നർത്ഥം വ ഇലാഹ ഇലാഹിനെയും ആബായിക താങ്കളുടെ പിതാക്കളുടെ ഇലാഹ ആബായിക എന്ന് പറയുമ്പോൾ അവിടെ ഇലാഹ എന്ന് പറയുന്നത് മുളാഫും ആബായിക ആബായി എന്ന് പറയുമ്പോൾ അത് മുളാഫ് ഇലൈഹി മജ്റൂറായി മാറും അല്ലേ മുളാഫ് ഇലൈഹി മജ്റൂറായി മാറും എന്നാൽ അതേസമയം കാഫ് അതും ഇതിലേക്ക് മുളാഫ് ഇലൈഹിയായി മാറും അപ്പോൾ അവിടെ ضمير مبني على الفتح അല്ലേ ഫത്ഹിൽ മബ്നിയാണ് ക ജറിന്റെ സ്ഥാനത്ത് വരുന്നു മുളാഫ് ഇലൈഹിയായി ഇലാഹ ആബാഇക ഇബ്രാഹീമ ഇബ്രാഹീമ ഖാലു നഅബുദു ഇലാഹക്ക താങ്കളുടെ ആരാധ്യം കാഫ് എന്താണ് മുളാഫ് ഇലൈഹി മജ്റൂറാണ് അല്ലേ വ ഇലാഹ ആബായിക താങ്കളുടെ പിതാക്കളുടെ ഇലാഹിനെയും എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കാഫ് അത് എന്താണ് മുളാഫ് ഇലൈഹി മജ്റൂറാണ് ആബായിക അല്ലെങ്കിൽ ഇലാഹ ആബാഇ എന്ന് പറയുന്നത് മുളാഫ് ഇലൈഹി മജ്റൂറാണ് ആബാഇ അതിലേക്ക് തന്നെ മഅ്തൂഫായിട്ടാണ് ഈ ഇബ്രാഹീമ ഇസ്മാഈല ഇസ്ഹാഖ ഒക്കെ പോകുന്നത് ആ ആബായിലേക്ക് മഅ്തൂഫായിട്ട് പോവുക അപ്പൊ അതുകൊണ്ട് ഇബ്രാഹീമ എന്ന് പറയുന്നത് ആബാഇന് ബദലായിട്ടാണ് വരുന്നത് അപ്പൊ അത് ബദല് മജ്റൂറാണ് ബദല് മജ്റൂറാണ് ഇബ്രാഹീമ പക്ഷെ അത് ഫത്ഹ് നൽകിക്കൊണ്ടാണ് അത്തരം ഇസ്മുകൾ ജർ ചെയ്യപ്പെടുന്നത് അതിന് മാറ്റല്ല ഇബ്രാഹീമ എന്ന വ വീണ്ടും ഹർഫ് അത്ഫാണ്
ഇസ്മാഈല وإسماعيل معطوف مجرور وإسماعيل വീണ്ടും ഹർഫ് അത്ഫാണ് ഇസ്ഹാഖ معطوف مجرور പിന്നെ കൂടെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞത്? ഖാലു അവർ പറഞ്ഞു, നഅബുദു ഞങ്ങൾ ആരാധിക്കും, ഇലാഹക താങ്കളുടെ ആരാധ്യനെ, വ ഇലാഹ ആബായിക താങ്കളുടെ പിതാക്കളുടെ ആരാധ്യനെ, ഇബ്രാഹീമ അപ്പൊ ആബായിക താങ്കളുടെ പിതാക്കളായ അല്ലെങ്കിൽ താങ്കളുടെ പിതാക്കളുടെ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ആരാധ്യൻ എന്നർത്ഥം. ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ. പിന്നെ പറയാണ് ഇലാഹൻ വാഹിദൻ. അവിടെ ഇലാഹൻ എന്ന് പറയുന്നത് ബദല് ഇലാഹക്ക. ഇവിടെ പിന്നെ കാര്യം മനസ്സിലാക്കേണ്ടത് ആബായിക്ക എന്നതിലുണ്ട്. ആ ആബായി എന്നതിന് ബദലായിട്ടാണ് പോയി ബദൽ മജ്റൂറായിട്ട് ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖൊക്കെ വന്നത്. എന്നാൽ പിന്നീടത് ഇലാഹൻ ഒരേ ഒരു ആരാധ്യനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മടങ്ങുന്നത് ഇലാഹക്ക എന്ന് ആദ്യം പറഞ്ഞ അവിടെ മഫ്ഊൽ ബിഹി മൻസൂബായല്ലോ. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഖാലു നഅബുദു ഇലാഹക ഇലാഹൻ വാഹിദ, ഖാലു നഅബുദു ഇലാഹക ഇലാഹൻ വാഹിദ താങ്കളുടെ, ഖാലു നഅബുദു താങ്കളുടെ ആരാധ്യനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഇലാഹൻ വാഹിദ ഏകനായ ആരാധ്യനെ. അപ്പൊ അവിടെ ബദല് മൻസൂബാണ്. എങ്ങോട്ടാണ് വരുന്നത്? അത് ഇലാഹക്ക എന്ന് ആദ്യം പറഞ്ഞതിലേക്ക്, അതിന് ബദലായിട്ടാണ് ഇപ്പൊ വരുന്ന ഇലാഹൻ എന്നത്. എന്നാൽ ബദല് മജ്റൂറായിട്ട് അതിന് മുമ്പ് ഇബ്രാഹിം എന്താണ് ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഈ 3 പ്രവാചകന്മാരുടെ പേരുകൾ ഇവിടെ വന്നത് അത് ബദല് തന്നെയാണ്. പക്ഷെ അത് മജ്റൂറായിട്ട് വരുന്നത് എങ്ങോട്ട്? ആബായി എന്ന് പറഞ്ഞതിലേക്ക്. കാരണം അത് മജ്റൂറാണ് അവിടെ. അത് മുളാഫ് ഇലൈഹി മജ്റൂറായതുകൊണ്ട് ആ മജ്റൂറിന്റെ സ്ഥാനത്തേക്ക് തന്നെയാണ് ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ വരുന്നത്. ഇലാഹൻ വാഹിദ. അപ്പൊ ഇലാഹൻ ബദല് മൻസൂബാണ്. വാഹിദൻ എന്ന് പറയുമ്പോൾ ഏകനായ ഇലാഹ്. അപ്പൊ അതിന് വിശേഷണം നൽകുകയാണ്. ഇലാഹിന് വിശേഷണം നൽകുക. അപ്പൊ നാത്താണ്, നാത്ത് മൻസൂബ്, നാത്ത് മൻസൂബായിട്ടാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ. വനഹ്നു ഞങ്ങളാകട്ടെ, വനഹ്നു ഞങ്ങളാവട്ടെ. അപ്പൊ വാവ് എന്താണ് അവിടെ? ഞങ്ങളാവട്ടെ. വാവ് വാൽ ഹാലിയ. വനഹ്നു നഹ്നു എന്ന് പറയുമ്പോൾ ചിലർക്കൊരു വമീറാണ്, വമ്മിൽ മബ്നിയായിട്ടുള്ള വമീറാണ്. ഇവിടെ അത് മുബ്തദയുടെ സ്ഥാനത്ത്, റഫിന്റെ സ്ഥാനത്താണ് വരുന്നത്, മുബ്തദ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വമീർ മബ്നിയൻ അല ളമ്മി ഫീ മഹല്ല് റഫ്അ മുബ്തദ.
വനഹ്നു ലഹു ഞങ്ങളാവട്ടെ ലഹു അവന് അള്ളാഹുവിന് അർത്ഥത്തിലാണ് ലഹു. അങ്ങനെയാണ് ലീ ഹർഫ് ലഹു എന്ന് പറയുന്നത് ലീ കൂട്ടണം ഹുവ. സോ ലീ എന്നത് ഹർഫ് ജറാണ്. ഹുവ അവൻ, ഹുവ അവൻ. ഹു എന്നത് ضمير مبني على الضم في محل جر. ونحن له مسلمون. مسلمون جمع مسلمون. ونحن له مسلمون. هذا خبر مرفوع. خبر مرفوع النون. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. إن شاء الله ممكن അടുത്ത ക്ലാസ്സിൽ വിശദമാക്കാം. അപ്പോൾ നമ്മൾ ഈ ആയത്ത് أم كنتم شهداء إذ حضر يعقوب الموت. അതല്ല യാക്കൂബിന് മരണം ആസന്നമായ അവസരത്തിൽ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നുവോ. ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അതായത് അദ്ദേഹം തന്റെ മക്കളോട് നിങ്ങൾ എന്റെ ശേഷം എന്തിനെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഖാലൂ അവർ പറഞ്ഞു നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. നിങ്ങളുടെ ആരാധ്യനും നിങ്ങളുടെ പിതാക്കളുടെ താങ്കളുടെ ആരാധ്യനും താങ്കളുടെ പിതാക്കളുടെ ഇബ്രാഹീമിന്റെയും ഇസ്മാഈലിന്റെയും ഇസ്ഹാഖിന്റെയും ആരാധ്യനുമായുള്ളവനെ, അതെ ഒരേ ഒരു ആരാധ്യനെ തന്നെ ഞങ്ങൾ ആരാധിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ ഞങ്ങൾ അവന് കീഴൊതുങ്ങിയവരും ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചു തരുന്ന ഈ സന്ദേശങ്ങൾ അത് ഏത് കാലഘട്ടത്തിലും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഖുർആനിലെ ഈ ആയത്തുകൾ ഓരോ ദിവസവും നമ്മൾ എത്ര ആവർത്തി കേട്ടാലും അത് വീണ്ടും വീണ്ടും നമുക്ക് ധാരാളം അറിവുകൾ സമ്മാനിക്കുന്നു, ധാരാളം പുതുമകൾ സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. ഖുർആനിനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.